എല്ലാവരും നോർമലായിരുന്നു. ശരിക്കും റെയിനി സീസൺ ആണത്, പക്ഷേ നമുക്ക് അങ്ങനെ റെയിൻ കിട്ടിയിട്ടില്ല. സെക്കൻഡ് ഡേ ജസ്റ്റ് ഒരു ഷിവറിങ് മാതിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡ്രിസ്ലിംഗ് ഉണ്ടായിരുന്നു, കുറച്ച് അത്രേ ഉള്ളായിരുന്നു. അതല്ലാതെ റെയിൻ എന്ന് പറഞ്ഞാൽ ഒരു പോഞ്ചോ ഇട്ട് ഇവർ രണ്ടുപേരും നടന്നുവെങ്കിലും ഞാൻ നോർമൽ ക്യാപ്പിൽ തന്നെ പോകാൻ അത്രയൊക്കെ റെയിൻ ഉണ്ടായിരുന്നു. എൻ്റെ റെയിൻ കോട്ട് എനിക്ക് പുറത്തെടുക്കേണ്ടി പോലും വന്നില്ല. 2 ഗൈഡ്സ് പിന്നെ ബാക്കി 12 കിളി ഫൈറ്റേഴ്സ് ക്യാരി ചെയ്യാനും ഷെഫ്, അസിസ്റ്റന്റ് ഷെഫ്. അതെ, അതേപോലെ തന്നെ ഞങ്ങളുടെ ഒരു യാത്രയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റെയിനി സീസൺ ആണ്, പക്ഷേ ഞങ്ങൾ ഡേ 5 വരെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ട്രെയിനിൽ. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അനുഭവമാണ് സാധാരണ വെച്ച് നോക്കുമ്പോൾ. സീസൺ ആണ്, അപ്പൊ ഇവർക്ക് എന്തോ ഭാഗ്യം കൊണ്ടിട്ട് റെയിൻ ഉണ്ടായിട്ടില്ല. അതിന് മുന്നത്തെ ദിവസങ്ങളിൽ അതിന് മുന്നേ ഒക്കെ എല്ലാ ദിവസവും തന്നെ മഴയുള്ള സമയമായിരുന്നു. അപ്പൊ അതുകൊണ്ട് കിളിമഞ്ചാരോ ഒരു വർഷത്തില് എല്ലാ മാസവും കയറാൻ പറ്റുന്നതാണ്. പക്ഷെ ഈ ഒരു മാർച്ച് ടു മെയ് എന്ന് പറയുന്ന ഓഫ് സീസൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ കേറാം, കുഴപ്പമൊന്നുമില്ലാന്ന് അവര്. ഓഫ് സീസൺ മീൻസ് വളരെ കുറച്ച് ആൾക്കാരെ ട്രെയിനിലുണ്ടാവുള്ളൂ, ബിക്കോസ് മഴ കൊണ്ട് തന്നെയാണ് കൂടുതലും. പക്ഷെ ഇവരുടെ ടൈമിന് ഇവർക്ക് ദൈവം സഹായിച്ചിട്ട് മഴ ഉണ്ടായില്ല. ഒരു 3 പ്രാവശ്യം പോയി വന്ന ആളാണ്. ഏറ്റവും കൂടുതൽ ചാലഞ്ച് തോന്നിയ ഒരു സംഭവം യാത്രയിൽ സമ്മിറ്റ് നൈറ്റാണ് ചാലഞ്ചിങ് എപ്പോഴും. പിന്നെ എന്തുകൊണ്ട്? ബിക്കോസ് ഓഫ് ഓൾട്ടിറ്റ്യൂഡ്, നൈറ്റിലാണ് ക്ലൈംബ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പ്രോബ്ലം ഇല്ല. പക്ഷെ എപ്പോഴും എല്ലാവരെ സംബന്ധിച്ചും ആ ഒരു നൈറ്റ് ക്ലൈംബിങ് ചെയ്യാത്തവര് ഒരു ഗിവപ്പ് ചെയ്യാനുള്ള ചാൻസ് ആ ഒരു 2 to 3 ടൈമിൽ, അതായത് വെളുപ്പിനെയുള്ള ടൈമിൽ നമ്മൾ ഏറ്റവും ബോഡി ടയർഡായി നമ്മൾ ഉറക്കത്തിന്റെ അത്രയും സമയം വരുന്നത്. അപ്പോഴാണ് നമ്മൾ ആ ഹൈറ്റ് ഗെയിൻ ചെയ്യണത്. അത് ഓൾട്ടിറ്റ്യൂഡ്, തണുപ്പ്, ഉറക്കം അതെല്ലാം നമ്മുടെ ബോഡീനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ടൈമാണത്. അപ്പൊ ആ ഒരു ടൈമിലാണ് മാക്സിമം ക്ലൈംബേഴ്സ് ഗിവപ്പ് ചെയ്യാനായിട്ട് ഉള്ള ചാൻസസ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതെല്ലാം ഇവര് ടാക്കിൾ ചെയ്തു നന്നായി. ഈ 3 പേരിൽ വല്ലപ്പോഴും നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത് വേണ്ടായിരുന്നു എന്ന്? എനി പോയിന്റ് ഓഫ് ടൈം ഞങ്ങൾ അതിനെക്കുറിച്ച് രസകരമായിട്ട് പറയുമ്പോൾ ഇതിൻ്റെ അപ്പുറത്ത്, അതായത് 5895 ആണ് പീക്ക്, ഇതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ഞങ്ങൾ എല്ലാ ദിവസവും ഗൈഡിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തമാശയായിട്ടല്ല, ആക്ച്വലി വി ഹാവ് എ സ്പിരിറ്റ് ടു ഗോ ഫെർദർ എന്നുള്ളതായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ സമ്മിറ്റ് നൈറ്റ് ടഫാവാൻ കാര്യം, ഒരു 1200 മീറ്ററോളം നമ്മളൊരു 7 മണിക്കൂർ, 6-7 മണിക്കൂർ, 8 മണിക്കൂറിനുള്ളിൽ ഗെയിൻ ചെയ്യണം. അതും രാത്രിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 11 മണി തൊട്ട് കണ്ടിന്യൂസ് മൂവി ചെയ്താലേ ഏർലി മോർണിംഗ് സൺലൈറ്റിൽ നമ്മൾ സ്റ്റെല്ല പോയിന്റിൽ എത്തുള്ളൂ. കാര്യം അത്രയും സ്റ്റീപ്പായിട്ടുള്ള ക്ലൈംബ് എന്ന് പറഞ്ഞാൽ നമ്മൾ അടിവെച്ച് എന്നൊക്കെ പറയുന്ന പോലെ അടി ചിലപ്പോൾ ഉണ്ടാവില്ല, അതിലും അരയടിയാണ് നമ്മുടെ സ്റ്റെപ്പ്. അപ്പോൾ മുന്നിലുള്ള ആളുടെ സ്റ്റെപ്പിനെ മാത്രം നോക്കി ഇങ്ങനെ പോകുന്ന ഒരു യാത്ര. അപ്പോൾ അത് എപ്പോൾ തീരും എന്നുള്ള ഒരു ചിന്ത സ്വാഭാവികമായിട്ട് മനസ്സിലുണ്ടാവും. എത്താറായില്ലേ, കാര്യം മുകളിലോട്ട് നോക്കാനുള്ള ആരോഗ്യം ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല, ഇങ്ങനെ നോക്കണം. കാര്യം നമ്മൾ മുകളിലോട്ടാണ് കയറുന്നത്. അപ്പം പലപ്പോഴും എൻ്റെ മുന്നിൽ രനീഷായിരുന്നു, രനീഷിൻ്റെ മുന്നിൽ പൂജയുടെ മുമ്പിൽ ഗൈഡ്. അപ്പം ഞാൻ രനീഷിൻ്റെ മുതുകാണ് കാണുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും ഒന്ന് തിരിഞ്ഞൊക്കെ നോക്കിയാൽ താഴെ ലൈറ്റ് ഉണ്ടോ, എത്ര ദൂരം എത്തി എന്നൊക്കെ ഒരു ചെറിയൊരു ഐഡിയ കിട്ടും. പിന്നെ ഞങ്ങളുടെ സമ്മിറ്റ് നൈറ്റിൽ വേറെ കുറച്ച് മെമ്പേഴ്സ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഹെഡ് ടോർച്ചിൻ്റെ ലൈറ്റ് പുറകിൽ എത്ര ദൂരത്തിലാണ്, പിന്നെ അവർ നമ്മളോട് അടുത്തെത്തിയോ എന്നൊക്കെ ഉള്ള ഇടയ്ക്കിടയ്ക്കൊക്കെ നോക്കാനുള്ളൊരു ചാൻസ് കിട്ടും. അതല്ലെങ്കിൽ ഈ മുകളിലോട്ടുള്ള വെച്ചടിയുള്ള കയറ്റം തന്നെ മാത്രമാണ്. മുകളിൽ എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു വ്യക്തമായൊരു ലൈറ്റ് കിട്ടുള്ളൂ. സ്പിരിറ്റോടെ തന്നെ പോയിരുന്നത്. അപ്പോൾ ഇതുപോലത്തെ യാത്രയ്ക്ക് പോകുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള മെഡിസിൻ നമ്മൾ കരുതേണ്ടതുണ്ടോ? ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കഴിച്ചത് തന്നേ ഉള്ളൂ. അത്
Diamox, another main one for altitude. Also called the cetazolamide. Altitude sickness കുറയ്ക്കാൻ വേണ്ടിയിട്ട് രാവിലെയും രാത്രിയും half a tablet, and then on summit night ഒരു half tablet നമ്മൾ കഴിച്ചു രാവിലെ, പിന്നെ 1 tablet during our 5 o'clock, I think, right? No? Yeah. So ഇത് നമ്മൾ ഡേ 1 തൊട്ട് തന്നെ ഈ ഓൾട്ടിറ്റ്യൂഡ് AMS-നുള്ള മെഡിസിൻ കഴിച്ചു. കാര്യം ഈ കിളിമഞ്ചാരോ ജേർണി എന്ന് പറഞ്ഞാൽ എവറി ഡേ വി ആർ ഗെയിനിങ് സം ഹൈറ്റ്സ്. അപ്പം നമ്മൾ സഡൻലി മോഷിയിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് 1800 വന്നു, പിന്നെ 2800 പോയി, പിന്നെ അഗെയിൻ നമ്മൾ ഓർക്കുന്നു ലാവ ടവറിലേക്ക് എത്തുമ്പോൾ 4600 നമ്മൾ 3-ാം ദിവസം എത്തുന്നുണ്ട്. അതൊരു വലിയ കയറ്റമാണ്. പിന്നീട് അതെ, ആ ഒരു കയറ്റം പെട്ടെന്ന് കയറിയിട്ട് പിന്നെ കുറച്ചു നേരം ലഞ്ച് അവിടെ കഴിഞ്ഞിട്ട് വീണ്ടും താഴത്തേക്ക് ഇറങ്ങാണ്. 1 കിലോമീറ്റർ മുകളിലോട്ടാണ്, താഴത്തോട്ടല്ല. നമ്മളപ്പോൾ അത് നമ്മൾ ഡിസ്റ്റൻസിനേക്കാളും നമ്മൾ 5 കിലോമീറ്റർ മുന്നോട്ട് നീങ്ങുന്ന ഒപ്പം തന്നെ 1 കിലോമീറ്റർ മുകളിലോട്ടും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ വരുന്ന സമയത്താണ് ഈ നമുക്കുള്ള ബ്രീത്തിങ് ഡിഫിക്കൽട്ടിയോ അല്ലെങ്കിൽ എന്താ പറയുക ഹെഡേക്ക് അങ്ങനെയുള്ളതൊക്കെ വരാനുള്ള ചാൻസസ്. അപ്പോൾ ഇത് കൊണ്ട് നമ്മൾ ആ ഒരു മരുന്ന് കഴിക്കുന്നത് നല്ലത് തന്നെയാണെന്നുള്ളതാണ് അഭിപ്രായം. കാര്യം ദർ ഈസ് നോ സെക്കൻഡ് ചാൻസ്. കാര്യം സിക്നസ് വന്നു കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, തിരിച്ചു പോയിട്ട് അടുത്ത പ്രാവശ്യം വീണ്ടും വരണം. അപ്പോൾ ഒരു ടീമായിട്ട് പോകുമ്പോൾ ഒരാൾ പുറകിലേക്ക് പിൻവലിഞ്ഞാൽ ഒരു ഗൈഡ് പുറകെ കൂടെ തിരിച്ച് റിട്ടേൺ ചെയ്യണം. അപ്പോൾ ദ ഹോൾ റിതം വിൽ ഗോ. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ഡേ പറഞ്ഞത്. ഇതൊരു യൂണിവേഴ്സലായിട്ട് ആൾക്കാർ കഴിക്കുന്ന ഒരു മെഡിസിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കില്ല. എന്താണ് നമുക്ക് മാനസികമായിട്ടൊരു ചേഞ്ചസ് എന്ന് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. അതെ, പൂജ കാര്യം ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ചെറുപ്പക്കാരി ഭാവി. കാര്യം കമ്പയർ ചെയ്യുമ്പോൾ റെനീഷൻ ചെറുപ്പമാണ്, ഒന്നും ഇല്ല എനിക്ക് സന്തോഷം. പിന്നെ എൻ്റെ ഇതിലേക്ക് വരാം. അല്ല, ഞാൻ ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ അങ്ങനെ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. ബട്ട് ഐ വാണ്ട് ടു ഡു മോർ. And he's done EBC, Everest Base Camp, so I think I want to conquer that. ഏറ്റവും മുകളിലെത്തി ഫസ്റ്റ് മനസ്സിൽ വന്ന ഒരു മുഖം ആരായിരുന്നു? മോക്കോ മോഷന്തിപ്പോ ഓർമ്മ ഒന്നും വന്നില്ല. അമ്മ ഐ ഡിഡ് ഇറ്റ് എന്നോലാണോ? അമ്മ ഐ ഡിഡ്. നമ്മൾ ചിലപ്പോൾ അവരെ ഗൈഡ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഉറങ്ങരുതെന്ന്. നമ്മൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് ബ്രേക്കപ്പ് തരും. ഒരു 1 hour വാക്ക് ചെയ്താൽ ആ 5 മിനിറ്റ് നമ്മൾ ഡ്രിങ്ക്സ് എന്തെങ്കിലും കഴിച്ച് ചോക്ലേറ്റ് എന്തെങ്കിലും കഴിച്ചിട്ട് നിൽക്കുമ്പോൾ ജസ്റ്റ് ഇരുന്നപ്പോൾ നമ്മളെ ഉറങ്ങിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും പറയും ഉറങ്ങരുതെന്ന് പറയും. ഉറങ്ങിയാൽ നമ്മളവിടെ തന്നെ കിടന്ന് ഉറങ്ങിപ്പോവും. അത്രയും തണുപ്പ് ഉണ്ട്, നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ നമുക്ക് അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മളൊന്ന് വിചാരിച്ച ചിലപ്പോൾ നമ്മളവിടെ തന്നെ ചിലപ്പോൾ പെട്ടുപോകും. പക്ഷേ നമ്മളെ മുന്നിലേക്ക് അവിടെ എത്തിയേ പറ്റൂ എന്നുള്ള മനസ്സിൽ വെച്ചിട്ടുണ്ട്. എന്ത് വന്നാലും മുകളിലോട്ട് കയറി പോകണം. അതങ്ങനെ ഉണ്ടായിരുന്നു. തിരിച്ച് അവിടെ എത്തണം. ഇപ്പോൾ റിനീഷ് ടാൻസാനിയയിലുള്ള ഒരാളാണ്. അഥവാ ഇത് സക്സസ് ആയില്ലെങ്കിൽ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ ഫേസ് ചെയ്യുന്ന ഒരു അല്ല, ആൾക്കാരെ ഫേസ് ചെയ്യണ തമാശയ്ക്ക് വേണമെങ്കിൽ പറയാം. എൻ്റെ വൈഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളിൽ കയറിയിട്ട് തിരിച്ച് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ചെറിയൊരു ഇൻസ്പിറേഷൻ മാതിരിയാണ്. അപ്പോൾ തന്നെ അവിടെ എത്തണം എന്നുള്ള ഒരു ചിന്ത തന്നെ ഉണ്ടെന്നുണ്ടായിരുന്നു പറയുമ്പോൾ. പിന്നെ അത്രയ്ക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, നമ്മൾ ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും നമുക്ക് പറ്റുന്ന തന്നെയായിരുന്നു. വലിയ കുഴപ്പം വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരും ഓക്കെ ആയിട്ട് പോയി. ഹെൽത്ത് ഇഷ്യൂസ് ഇടയ്ക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കത് ഒരു ഡിഫിക്കൽട്ടായി തോന്നിയാണ്. ഇപ്പോൾ വൊമിറ്റിങ്ങോ അല്ലെങ്കിൽ ഹെഡ് ഏക്ക് അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ചിലപ്പോൾ പോകാൻ പറ്റില്ല എന്നുള്ളൊരു ഇത് തോന്നുക. അങ്ങനെയൊക്കെ വന്നിരുന്നെങ്കിൽ എനിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഡേ ആയിട്ടെന്ന് തോന്നുന്നു എൻ്റെ ഓക്സിജൻ ലെവൽ ചെക്ക് ചെയ്തപ്പോൾ ഐ തിങ്ക് 80 ബിലോ അങ്ങനെ തോന്നുന്നപ്പോൾ എനിക്ക് ആകെ ഒരു ഇതായിപ്പോയി. കാരണം നമ്മൾ ഓൾറെഡി ഇവിടെ നിന്ന് ചെക്ക് ചെയ്യുമ്പോൾ 99 ആ റേഞ്ചിൽ വരുന്നതാണ്. ഇതുവരെ വേറെ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തതാണ്. പക്ഷേ ഈ ഓക്സിജൻ ലെവൽ നമ്മുടെ കയ്യിൽ വരുന്നതല്ല. അപ്പോൾ ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ തിരിച്ചു പോകേണ്ടി വരുമോ എന്നുള്ള മൈൻഡിലുണ്ടായിരുന്നു. പക്ഷേ നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേനും അത് 95 അങ്ങനെ എന്തോ റേഞ്ച് ആയിട്ടുണ്ടായിരുന്നു.
പിന്നെ അങ്ങോട്ട് ഓക്കെ ആയിരുന്നത്, വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. മാക്സിക്കയുടെ രണ്ടാമത്തെ എക്സ്പീരിയൻസ് അല്ലേ ഇതുപോലത്തെ? അതെ അതെ, ക്ലൈമ്പിൽ. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു യാത്രയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി എന്താ പറയുക, നേച്ചറിൻ്റെ ഒരു ട്രെയിനിൻ്റെ ഡിഫറൻസ് ആവാം. പിന്നെ ഞാൻ നമ്മളെ കമ്പയർ ചെയ്യുന്നതൊട്ടും നല്ലതല്ലെങ്കിൽ പോലും ഐ ഫെൽറ്റ് ഇറ്റ് ടഫർ ദാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പ്. ഇത് രീതിയിൽ എന്ന് പറഞ്ഞാൽ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ കൂടിയ എലിവേഷനിലേക്ക് പോകുന്നുണ്ട്. മറ്റേത് നമ്മൾ 12 days. പിന്നെ അതേപോലെ തന്നെ കുറേ കൂടെ ഇമോഷണൽ ഫീലിംഗ്, കാര്യം ട്രെയിൽ ലോൺ ആയതുകൊണ്ടാവാം പലപ്പോഴും നമുക്ക് എന്താ പറയുക, കുറേ ലോൺലി മൊമെൻറ്റ്സും ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ സമ്മിറ്റ് നൈറ്റിൽ തന്നെ ഞാൻ ഏകദേശം ഒരു 4 മണി 5 മണി കഴിഞ്ഞപ്പോൾ പിന്നെ തൊട്ട് വാസ് തിങ്കിങ് അബൌട്ട് ദ ടോപ്പ്. അപ്പം ആ ഒരു മൊമെൻറ്റിൽ പലപ്പോഴും കാര്യം ആർക്കും സാധാരണഗതിയിൽ ഞങ്ങൾ ട്രെയിനിൽ പോകുമ്പോൾ തമാശ പറഞ്ഞ് ചിരിച്ച്, പക്ഷേ ഫൈനൽ സമ്മിറ്റ് ഡേയിൽ അങ്ങനെയുള്ള ആരും വാ തുറക്കാനുള്ള ഒരു ആരോഗ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു പോലെ അല്ലെ സ്റ്റെപ്പ് വെച്ച് പോകുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മളിലേക്ക് തന്നെ ഒതുങ്ങുന്ന ഒരു അവസരമായിരിക്കും, ഇവരുടെ മനസ്സിലും അതൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ കുറേയൊക്കെ അങ്ങനെ ഓരോന്ന് ഇച്ചിരി ഇമോഷണൽ ആയിട്ടുള്ളത് എനിക്ക് 2-3 പ്രാവശ്യമൊക്കെ കണ്ണു നിറയുകയും, ഇത് മുകളിൽ എത്തുന്നതിന് മുമ്പുള്ള കാര്യം ഞാൻ പറയണം. അത് കഴിഞ്ഞ് പിന്നെ ആ വെളിച്ചം കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു എനർജി ഫീൽ ചെയ്യുകയും ചെയ്തു. സ്റ്റെല്ല പോയിന്റിൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ എഴുതാറില്ല, നമ്മളെപ്പോഴും ഇമോഷണൽ ആകുമ്പോൾ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചുറ്റും ഒരു വലിയൊരു ആൾക്കൂട്ടം ഉണ്ടെങ്കിൽ നമ്മളത് റെസ്ട്രിക്റ്റ് ചെയ്യും. ഇതിപ്പോൾ ആരും ഇല്ലായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ വളരെയധികം സന്തോഷം തോന്നിയ ഒരു നിമിഷം കൂടെയാണ്. ഇപ്പോൾ ഈ യാത്രയ്ക്ക് മുമ്പ്, ഇതുപോലത്തെ ഒരു യാത്ര ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രിപ്പറേഷൻസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ ഇത് കയറുന്നതിന് മുന്നേ തന്നെ നമ്മളെ ബോഡി ഹെൽത്ത് നോക്കാൻ വേണ്ടിയിട്ട് ജിമ്മിനൊന്നും പോയില്ല. ഞാൻ ഡെയിലി ഒരു 7-8 കിലോമീറ്റർ ഓടാൻ വേണ്ടി പോകാറുണ്ട്, കണ്ടിന്യൂസ്. പിന്നെ ഇടയ്ക്ക് വീക്കെൻഡിൽ നമുക്ക് ഇവിടെ തന്നെ മാരത്തോൺസ് പലത് കിട്ടുന്നുണ്ട്. അതൊക്കെ നമ്മൾ എല്ലാത്തിനും ജോയിൻ ചെയ്തിട്ട്. എന്താണ് ഫേവറേറ്റ് സ്പോർട്സ് ക്രിക്കറ്റാണ്. അല്ല, അത് ഇല്ല, അത് എൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് മെയിനായിട്ട് ഓടാൻ തന്നെ രാവിലെ ഓടുക, അല്ലെങ്കിൽ വൈകുന്നേരം നടക്കുക. 1 മാസത്തിൽ കൂടുതലുണ്ട് കണ്ടിന്യൂസ് ഓടുന്നു. വൈകുന്നേരം കണ്ട് നടക്കാൻ പോകും. എല്ലാം കൂടിയിട്ട് നമുക്ക് അത്ര ദൂരം നടക്കാം. ഞാനങ്ങനെ ഓടുന്ന ആളല്ല, പക്ഷെ കാർഡിയോ വൈസ് ഞാൻ ഡാൻസറാണ്, ഭരതനാട്യം കളിക്കും. I've been doing so since I was 5. പിന്നെ നോർമലി ഞാൻ ജിമ്മിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ട്രെഡ്മില്ലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റെയർ മാസ്റ്റർ കുറേ ചെയ്തിട്ടുണ്ട്, വെയ്റ്റഡ് as well. ഹെൽത്ത് വൈസ് ഐ തിങ്ക് ഇതിപ്പോൾ മീൻസ് ടെക്നിക്കൽ, ഇറ്റ്സ് നോട്ട് ടെക്നിക്കൽ ക്ലൈംബിങ്. നമ്മൾ നടക്കാന്ന് പറഞ്ഞാൽ സംടൈംസ് വെരി സ്റ്റീപ്പ് ക്ലൈംബിങ് തന്നെയാണ് ചില ഭാഗത്തൊക്കെ. ഐ എം നോട്ട് സെയിങ് ഇറ്റ്സ് നോട്ട് ഡിഫിക്കൾട്ട്, ബട്ട് ഐ തിങ്ക് ലൈക്ക് വി വർ സെയിങ് ഒരു 10 കിലോമീറ്റർ ഒക്കെ ഓടാൻ പറ്റുമെങ്കിൽ മോസ്റ്റ് പീപ്പിൾ കൻ ഡു ദ ക്ലൈംബ് as well. പിന്നെ ആൾട്ടിറ്റ്യൂഡിന് അത് യു കാൺ ട്രെയിൻ ഫോർ ദാറ്റ്. എനിക്കറിയാം കുറേ ആൾക്കാർ ഇങ്ങനെ മാരത്തൺ ഓടുന്ന ആൾക്കാർക്ക് കുറേ പ്രിപ്പറേഷൻ ചെയ്തിട്ടും ആൾട്ടിറ്റ്യൂഡ് എഫക്റ്റ് ആയിട്ട് they had to go back. So that can't be helped. But yeah, maximum physically train and be prepared mentally for the difficulties. അടുത്തൊരു ടാസ്ക് ഏതായിരിക്കും? ടാസ്കിന് ഇതുപോലത്തെ ഒരു ജേർണി എവിടേക്കായിരിക്കും? I would like to do EBC. So once കാശൊക്കെ ഉണ്ടാക്കിയിട്ട് once I start working, I think that will be. റെനീഷിന് എന്താണ് അടുത്തത്? ഒരു സെയിം അതന്നെ, എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോകണം തന്നെ. ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊരു ഇത് വെച്ചിട്ടില്ല, എന്ത് കിട്ടിയാലും. എന്തായാലും ഈ യാത്രകൾക്ക് എല്ലാ തരത്തിലുള്ള ആശംസകൾ നേരുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, നമ്മുടെ മീൻ കുറേ നേരമായിട്ട് മിണ്ടാണ്ടിരിക്കണം, ഇനി മീനിൻ്റെ എത്തിക്ക് വരാം. ഇത് 2 വർഷം മുമ്പ് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ കിളിമഞ്ചാരോ മാത്രമായിരുന്നു നമ്മുടെ കയ്യിലുണ്ടായിരുന്നു അല്ലേ? കിളിമഞ്ചാരോ മാത്രമാണ് ഉണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം എവിടേക്കും പോയി? അതിനുശേഷം ഞാൻ റഷ്യ ചെയ്തു, ഐൽബ്രസ് ചെയ്തു, യൂറോപ്പിൻ്റെ ഹയസ്റ്റ് പീക്ക് ചെയ്തു.
എന്താണ് ഇപ്പോൾ ഈ 3 സ്ഥലം പോയിട്ട് ഏതാണ് ഏറ്റവും ടഫസ്റ്റ് സ്ഥലം? എല്ലാ ഇതിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അപ്പം ടഫസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഓരോ വെതർ അനുസരിച്ചിട്ടും ഇതൊക്കെ. അപ്പം ഇപ്പം നോക്കുകയാണെങ്കിൽ റഷ്യ എന്ന് പറയുമ്പോൾ ഇത്രയും കോൾഡ് ആണ്. അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ ചൂസ് ചെയ്ത ടൈമിൽ വെതർ അത്ര ഫേവറബിൾ അല്ലായിരുന്നു. ഞാൻ 110 km/h വിൻഡ് സ്നോ സ്റ്റോമിൽ കൂടെയാണ് ഞാൻ സമ്മിറ്റിനായിട്ട് കവർ ചെയ്തത്. അപ്പോൾ അത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ എൽബ്രസ് ആണ് ഇപ്പം ടഫായിട്ട് തോന്നുന്നത്. കിളിമഞ്ചാറോ 3 പ്രാവശ്യം കയറി, ഇനി എവറസ്റ്റ് ബേസ് ക്യാമ്പ് ചെയ്തു. ഇനി അടുത്ത ഏതാണ്? ഒളിമ്പിക് ചെയ്തു. ഇനിയിപ്പോൾ അടുത്തത് ഞാനിപ്പം ലഡാക്കിൽ കാന്യാക്സെ 1 എന്ന് പറഞ്ഞിട്ട് 6400 meters ക്ലൈംബ് ചെയ്യാൻ പോകും. അതെ അതായത് അപ്പം അതൊരു ടെക്നിക്കൽ ക്ലൈംബാണ്. അപ്പോൾ അത് ടാക്കിൾ ചെയ്യാന്നുള്ളതാണ്. അതിപ്പോൾ ഞാൻ ജൂലൈയിലാണ് ചെയ്യുന്നത്. അത് ടാക്കിൾ ചെയ്തതിന് ശേഷമാണ് പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് എന്താണെന്ന് ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ എനിക്ക് ഏസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതിനനുസരിച്ചിരിക്കും അടുത്ത എൻ്റെ ക്ലൈംബ്. ഇതുപോലത്തെ യാത്രകൾക്ക് മെയിനായിട്ട് ഒരു നോട്ടീസ് ചെയ്തല്ലോ ഭയങ്കര ഫണ്ട് വേണം, ശരിയാണോ? അത് തീർച്ചയായിട്ടും അഡ്വഞ്ചർ സ്പോർട്സിൽ ക്ലൈംബിങ് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സ്പോർട്ടാണ്. അപ്പോൾ അതിനുള്ള ഫണ്ടാണ് എപ്പോഴും. അപ്പം നമുക്ക് 7 സമ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 14 പീക്സ് ചെയ്യാം, അല്ലെങ്കിൽ എവറസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അതിനുള്ള ഫണ്ട് ആണ് ഇമ്പോർട്ടൻറ്റ്. കണ്ടുമാനം പൈസ വേണം. ഓക്കെ, അത് കിൽ ചെയ്തപ്പോൾ ഇവർക്കറിയാം എത്ര പൈസ അവരുടെ കയ്യിൽ നിന്ന് ഒരു ക്ലൈംബിന് വേണ്ടി ചെലവാണ്. അത് ലീസ്റ്റ് ആണ്, ഏറ്റവും ലീസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഒരു ചെറിയ ഐഡിയക്ക് വേണ്ടി ഇപ്പോൾ ഇതിൽ ഇത്ര യാത്രകൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒരു ചെറിയൊരു ഫിഗർ പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും? പറയാൻ ഇങ്ങനെ അതായത് ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഒരു യാത്രയ്ക്ക് ഏകദേശം ഒരു ഇന്ത്യൻ മണി 3.5 lakhs ഇന്ത്യന്ന് വരുന്ന ഒരാൾക്ക് 3.5 ഇൻക്ലൂഡിംഗ് ദ ടിക്കറ്റ് ടിക്കറ്റ്സ് വരുന്നുണ്ട്. ഒരു 2 ആഴ്ച 3 ആഴ്ച അല്ല, ഒരാൾക്ക് ഇന്ത്യയിൽ നിന്ന് വരുന്ന ആൾക്ക് ഒരു 9 days മതി പോയി വരാനായിട്ട്. ഇപ്പൊ നമ്മുടെ അൺഫോർഗറ്റബിൾ അത് എന്താണ് ചെയ്യുന്നത്? എന്തെല്ലാം ആക്ടിവിറ്റീസ് ആണ് അത് ചെയ്യുന്നത്? മെയിൻലി നമ്മൾ ട്രെക്കിങ് പിന്നെ സഫാരി ടൂർസാണ് ചെയ്യുന്നത്. ഇപ്പോൾ ടാൻസാനിയ ഫോക്കസ്ഡ് ആയിട്ടാണ് സഫാരിയും ക്ലൈംബും ചെയ്യുന്നത്. അപ്പോൾ ടാൻസാനിയയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ മൗണ്ടൻസും കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. മൗണ്ട് മേരു ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കി ചെറിയ റീജിയണൽ ആയിട്ടുള്ള മൗണ്ടൻസും ഉൾഡോണിയോ ലെങ്കായ് പോലെയുള്ള വളരെ ഇതായിട്ടുള്ള വോൾക്കാനിക് മൗണ്ടൻസും എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുറത്തുനിന്ന് ഇപ്പോൾ ടാൻസാനിയക്ക് പുറത്തുനിന്ന് ഒരാൾക്ക് വന്ന് ചെയ്യണമെങ്കിൽ അതിനുള്ള എല്ലാ സജ്ജീകരണവും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ കുറേ നാഷണൽ പാർക്കുകളുണ്ട്. ഓക്കെ, അതിലേക്കുള്ള ടൂറിസം പാക്കേജുകൾ നമ്മൾ വല്ലതും ചെയ്യുന്നുണ്ട്. അപ്പം ടാൻസാനിയയിൽ മെയിനായിട്ട് ഇപ്പം നമുക്ക് ഗ്രേറ്റ് മൈഗ്രേഷൻ നടക്കുന്ന സെരംഗറ്റി നാഷണൽ പാർക്ക്, ഗോറോങ്കോറോ ക്രേറ്റർ, ഇതെല്ലാം നമുക്ക് ടാൻസാനിയയിലാണുള്ളത്. അപ്പോൾ അതിലേക്കുള്ള പാക്കേജുകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റീജിയണൽ ആയിട്ടുള്ള നാഷണൽ പാർക്കുകളിലേക്കുള്ള പാക്കേജുകൾ ചെയ്യുന്നുണ്ട്. മിക്കുമി, ഓരോ നാഷണൽ പാർക്കിനും ഓരോ പ്രത്യേകതകളാവുള്ളത്. അപ്പം മിക്കുമി ആണെങ്കിൽ നമുക്ക് ജിറാഫുകൾ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റും മിക്കുമി നാഷണൽ പാർക്കിലാണ്. ഇപ്പം ലൈക്ക് മന്യാര നാഷണൽ പാർക്കിൽ പോവുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ട്രീ ക്ലൈംബിംഗ് ലയൺസ് അതുപോലെയുള്ള മൃഗങ്ങളെ കാണാൻ പറ്റും. ഇനി തരംഗിരി നാഷണൽ പാർക്ക് ആണെങ്കിൽ എലിഫൻസിന് ഫേമസ് ആണ്. തരംഗിരി ഈസ് ഫേമസ് ഫോർ ബിഗ് എലിഫൻസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോ നാഷണൽ പാർക്ക് വെച്ചിട്ട് പിന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് നാഷണൽ പാർക്ക് ഇവിടുത്തെ ഇപ്പോൾ നെരേര നാഷണൽ പാർക്കാണ്. പണ്ട് സെലു ഗെയിം റിസർവ് എന്നാണ് അറിയുന്നത്. അപ്പോൾ ഗെയിം റിസർവ് മാറ്റി അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക്, ബിഗർ ദാൻ സെരംഗറ്റി. പിന്നെ അതുപോലെ സാൻസിബാർ ഉണ്ട്. അവിടെ നമുക്ക് സ്കൈ ഡൈവിങ് ചെയ്യാം. പിന്നെ ബീച്ച് ഹോളിഡേയ്സ് ഇതെല്ലാം നമുക്ക് ചെയ്തു കൊടുക്കും. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഈ വീഡിയോൻ്റെ താഴെ മെനു, അതായത് അൺഫോർഗറ്റബിൾ ടൂറിസത്തിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് കാണാൻ സാധിക്കും. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. യുണീക്ക് മീഡിയ ഹബിന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും അതേപോലെ നന്ദി. കാര്യം ഞങ്ങൾ ഈ കിളിമഞ്ചാരോ എക്സ്പീരിയൻസ് ഇങ്ങനെ വ്യൂവേഴ്സിന് മുമ്പിൽ ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി നിങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചത്, നിങ്ങളുടെ തോട്ടും ഇൻഫർമേഷൻസും ഒക്കെ പാസ് ചെയ്യാൻ സാധിച്ചത് വളരെയധികം സന്തോഷമാണ്. വേറെ എന്തെങ്കിലും നമുക്ക് പറയേണ്ടതുണ്ടോ? എന്തായാലും
എന്തായാലും പൂജയ്ക്ക് ഒരു യങ് ജനറേഷൻ്റെ അംബാസിഡർ ആയിട്ട് മാറിയിട്ട് ജനറേഷനോട് എന്താ പറയാനുള്ളത്? അതെ കൂടുതൽ UK-ക്കാരെ ഇങ്ങോട്ട് ആകർഷിക്കാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് അയക്കുകയാണ്. യങ് ജനറേഷന് ഒരു എന്താണ് ഒരു ഇത് കൊടുക്കാൻ ഒരു ടിപ്സ്? This is the best age, I think, to take on these adventures. Physically, you know, most people, they're best, they're fit. പിന്നെ അങ്ങനെ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഇല്ലാത്ത സമയമാണ്. സോ യു കൻ ടേക്ക് യുവർ ടൈം ആൻഡ് സ്പെൻഡ് മണി ആസ് യു വിഷ് ഇൻ ടു ഓൾ ഓഫ് ദീസ് തിങ്സ്. സോ യാ, ഹൈലി റെക്കമെൻഡ്. ദിനേഷ് ഒന്നും പറയാനില്ല. രനീഷിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം കൂടി ആഡ് ചെയ്തോട്ടെ. രനീഷിന് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടിയത് മൗണ്ടനിലാണെന്നുള്ള ഒരു ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന കൊണ്ട് പറയുകയായിരുന്നു. കാര്യം ബിസിനസ് സ്ട്രെസ്സിൽ നിന്ന് മാറി ഏറ്റവും തലവേദന ഇല്ലാത്ത. തുടർന്നും എല്ലാവരും നല്ല ഒരുപാട് മൗണ്ടൻസ് കയറട്ടെ, കൂടുതൽ കോൺകർ ചെയ്യാൻ പറ്റട്ടെ. കോൺകർ ചെയ്തെന്നുള്ള വേർഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല മൗണ്ടൻസിന്. മൗണ്ടൻ അലോ ചെയ്താൽ നമുക്ക് കയറാൻ പറ്റും എന്നുള്ളതാണ് എപ്പോഴും നല്ലൊരു അഡ്വൈസാണ്. അതെ, അതിപ്പോൾ അങ്ങനെ പറയുമ്പോൾ കോൺകറിങ് അവർ സെൽഫ്സ് എന്നാണ് പറയുക. നമ്മളെ കീഴടക്കുകയാണ്. മൗണ്ടൻ ചിലപ്പോൾ അവർ പേടിയാവാം, അല്ലെങ്കിൽ അത് നമ്മളെ കണ്ടെത്താൻ പറ്റും. നമ്മളാ എപ്പോഴും ടോപ്പിലോട്ട് എത്തുമ്പോൾ ഫോക്കസ് കൂടും, വേറെ ഒന്നും ചിന്തിക്കാനില്ല. നമ്മളും മൗണ്ടനും ഇത് മാത്രമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഫോക്കസ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആ ഒരു ടൈമാണ്. എന്ന് വെച്ചാൽ ആ സ്ട്രഗിളിൽ എന്ന് വെച്ചാൽ ഈവൻ ടെക്നിക്കൽ ക്ലൈംബ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ മീൻസ് ആ ടോപ്പിലായിരിക്കും, ഹാർനസിലായിരിക്കും, എന്തായിരിക്കും നമ്മൾ അറ്റ്മോസ്റ്റ് ഫോക്കസിലായിരിക്കും. നമുക്ക് വേറെ ഒന്നുമില്ല, ബോഡിയും മൈൻഡും ഉള്ളു. അപ്പം ഏറ്റവും കൂടുതൽ മൈൻഡ് കാമായിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. എന്ന് വെച്ചാൽ വേറെ ഒന്നും ചിന്തിക്കാനില്ല. ഒരു ചെറിയ ഒരു അപ്രിഷിയേഷൻ തരാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, ഈ അതുല്യമായ യാത്രയുടെ അവസാന ഘട്ടത്തിൽ ഈ വിജയം സാധ്യമാക്കിയ ഓരോരുത്തരെയും നന്ദിയോടെ ഓർക്കുന്ന നിമിഷമാണിത്. കഴിഞ്ഞ വർഷം ഈ വെല്ലുവിളി ആദ്യം ഏറ്റെടുത്ത് മറ്റുള്ളവർക്ക് പ്രചോദനമായി മാറിയവർ ടോം ജോസ്, കീർത്തി നന്ദു, സുഭാഷിണി രാജേഷ്, ശിൽപ സുരജ്, മുഹമ്മദ് യാസർ. അവരുടെ ആ യാത്ര ഇന്ന് പലർക്കും ഈ വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള ധൈര്യം നൽകിയിരിക്കുന്നു. ഈ യാത്രയെ സാക്ഷാത്കരിച്ച അൺഫോർഗറ്റബിൾ എസ്കാപ്പേഴ്സ് എന്ന യാത്രാസംഘവും ആ സംഘത്തെ നയിക്കുന്ന മീനു ആൻഡ്രിയയും ഇത്തരത്തിലുള്ള സാഹസിക യാത്രകൾക്ക് ശക്തമായ പിന്തുണയായി മാറുന്നു. ഇന്നത്തെ നേട്ടം കൈവരിച്ചവർ: പൂജ റനീഷ് മാക്സി. കിളിമഞ്ചാരോയുടെ ഉച്ചകോടിയിലെത്തിയതിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. നിങ്ങളുടെ ആത്മവിശ്വാസവും ധൈര്യവും സമർപ്പണവും നിരവധി ആളുകൾക്ക് പ്രചോദനമായി മാറുന്നു. ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ: സ്വപ്നങ്ങൾ എത്ര വലിയതായാലും അത് കൈവരിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ അത് അസാധ്യമല്ല. നിങ്ങളും ഒരിക്കൽ നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ധൈര്യം കാണിക്കൂ. നിങ്ങളുടെ ഭാവിയിലുള്ള എല്ലാ യാത്രകൾക്കും എല്ലാവിധ ആശംസകളും. യൂണിക് മീഡിയ ഹബ് ഈ നേട്ടത്തെ അഭിമാനത്തോടെ അനുമോദിക്കുന്നു.